വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. നമ്മുടെ അഡീനിയം കയറുമായിട്ട് ബന്ധപ്പെട്ട 4ാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു ഫോളിയാർ സ്പ്രേ ആണ് അപ്ലൈ ചെയ്തിരുന്നത്. നന്നായിട്ട് പൂ വരാൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. നന്നായിട്ട് എല്ലാത്തിലും പൂ വന്നിട്ടുണ്ട്. എനിക്കൊരു 20 അഡീനിയം ഉള്ളത്, അതിൽ 18 എണ്ണത്തിലും ഇപ്പോൾ പൂവുണ്ട്. കണ്ടോ, നമുക്ക് ഒന്നായിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ എനിക്കൊണ്ടാണ് ഫോളിയാർ സ്പ്രേ അപ്ലൈ ചെയ്ത് 2 മാസത്തോളമായി. അപ്പോഴാണ് ഈ ഒരു അവസ്ഥ. ഞാൻ പിന്നെ പറഞ്ഞു, എൻ്റെ അടിയന്തരത്തിൽ എല്ലാ സമയത്തും പൂ ഉണ്ടാകാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പൂ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു വളം ഇതിലേക്ക്, അല്ലെങ്കിൽ അടുത്തൊരു ഫെർട്ടിലൈസർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അഡീനിയം നമ്മുടെ പോട്ടിംഗ് മിക്സ് ഒക്കെ ആണെങ്കിൽ അധികം കെയറൊന്നുമില്ല, നന്നായിട്ട് പൂക്കും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു ഫെർട്ടിലൈസറൂടെ അപ്ലൈ ചെയ്യുമ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് വെർമി കമ്പോസ്റ്റാണ്. കേട്ടോ, വെർമി കമ്പോസ്റ്റ് എല്ലാവർക്കും അറിയാം, എല്ലാ ഫെർട്ടിലൈസറിൻ്റെ കടകളിലും വാങ്ങാൻ കിട്ടും. ഇതില്ലെങ്കിൽ ചാണകപ്പൊടി നല്ലതാണ്, പക്ഷേ വെർമി കമ്പോസ്റ്റ് കുറച്ചും കൂടെ ഇഫക്റ്റീവാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലൊരു 2 സ്പൂൺ വീതം വെർമി കമ്പോസ്റ്റ് ഓരോ ചട്ടിക്കും കൊടുക്കാൻ പോവുകയാണ്. 2 സ്പൂൺ വീതം. അതിനൊപ്പം നിങ്ങൾക്ക് അതിൻ്റെ പൂക്കളെയും കൂടെ കാണാം. അതാണ് എൻ്റെ ഒരു വേറൊരു ലക്ഷ്യം. ഇത് കണ്ടോ, ഇതാണ് ഫസ്റ്റ് വൺ. ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ 2 സ്പൂൺ ഇട്ടു. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ, പൂവില്ല. ഇപ്പോഴത്തെ ഒരു വല്ലാത്തൊരു രസമുള്ള പൂവാണ്, ഒറ്റ പൂവേ ഉള്ളൂ. ഇങ്ങനെ വരും അതിൽ പൂവ്. അടുത്ത് ഇതൊരു മൾട്ടി പെറ്റൽ പിങ്കാണ്. ഞാൻ വളം ഇടുന്നുണ്ട്. അപ്പോൾ വളം ഇടുമ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് കൊടുക്കട്ടെ, വേര് ചേരാതെ മാക്സിമം കൊടുക്കുക. ചട്ടി ചെറുതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതും പിങ്ക് യെല്ലോ ചേർന്ന വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് 2 കളർ കാണാൻ പറ്റും. ഒരു ചെറിയ ചെടി കണ്ടോ, ഒരു പിങ്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ചുവട്ട് നട്ട് വെച്ചതാണ്. മറ്റേത് നാടനാണ്, അത് വിത്ത് മുളച്ച് ഉണ്ടായ സാധനമാണ്. ഞാനിവിടെ നട്ടുവെച്ചാണത്. അതെന്നാലും കുഴപ്പമില്ല. ഇതിൽ വേറെ ഒന്നിലേക്ക് മാറ്റേണ്ട പരിപാടിയിലാണ്. നല്ല പൂക്കൾ 2 വന്നിട്ടുണ്ട്, പിങ്ക് കണ്ടോ. ഇത് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ പെറ്റലാണ്, യെല്ലോ ആണ്. ഇത് വളരെ റെയറാണ് ഈ സാധനം, ഡിഫറെൻറ്റ് വെറൈറ്റിയാണ്. ഇതൊരു വേറൊരു ടൈപ്പ് റെഡിൻ്റെ മൾട്ടി പെറ്റൽ. റെഡ് എനിക്ക് കുറേ ഉണ്ടെങ്കിലും ഓരോന്നും ഓരോ വെറൈറ്റികൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ പൂ കണ്ടോ, വലിയ പൂക്കളാണ്. ഇത് നോക്കൂ എന്ത് രസമാണെന്ന്. സിംഗിൾ പെറ്റൽ വൈറ്റാണ് കേട്ടോ. കണ്ടോ, നിറച്ച് പൂക്കളുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പൂവ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഒരു മൾട്ടി പെറ്റൽ, ഒരു ക്രീം കളർ. ഇതാണ് അതിൻ്റെ പൂവ്. ഒരുപാട് മൊട്ട് വന്ന് നിൽപ്പുണ്ട് കണ്ടോ. ഇപ്പോൾ ഉടനെ തന്നെ കുറേ പൂക്കളുണ്ടാവും. എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാൻ നോക്കിയാൽ തീർന്നു പോകും പൂ. അതുകൊണ്ടാണ്. ഇത് നോക്കിക്കേ, ഭയങ്കര ഡിഫറെൻറ്റ് കളറാണ് കണ്ടോ. ഒരു മെറൂണാണ് ശരിക്കും. കുറേ പൂക്കളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കോഡക്സ് നോക്കിക്കേ. നമ്മളിടയ്ക്ക് കോഡക്സിൻ്റെ മോഡിഫിക്കേഷനൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, കോഡക്സിൻ്റെ എങ്ങനെ ഭംഗിയാക്കാം എന്നൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്ത കോഡക്സ് അത്. ഇത് റെഡ് ആണെങ്കിലും ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി ഉണ്ട്. ഓറഞ്ചോ പിങ്കോ ചേർന്നൊരു ഷെയ്ഡും കൂടി ഉള്ളൊരു റെഡാണ്. നല്ല രസമുള്ള പൂവാണ്, പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ പൂ മാത്രമേ ഉള്ളൂ ഇതിൽ കണ്ടോ. ഇത് വേറൊരു റെഡാണ്. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, പൂവിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ എപ്പോഴും താഴേക്ക് നിൽക്കും. നല്ല രസമുള്ള റെഡാണ് കണ്ടോ. പൂ നല്ല വെയിറ്റുള്ള കാരണമാണ് ഇങ്ങനെ നിൽക്കുള്ളൂ. ആ ശരിക്കുള്ള പൂവ് അതിൻ്റെ കുറേ ഉണ്ട് പൂവ് കണ്ടോ. അത് വേറൊരു റെഡ്, അതിൽ ഞാൻ കൊടുക്കട്ടെ. ഇടയ്ക്ക് കൊടുക്കുക. ഞാൻ വെർമി കമ്പോസ്റ്റ് ഓരോന്നിന് 2 സ്പൂൺ വെച്ചാൽ കൊടുക്കണം കേട്ടോ. ഇതൊരു സിംഗിൾ പെറ്റൽ ഡാർക്ക് പിങ്ക് എന്നോ എന്താ കളറ്. ഒരുപാട് പൂവുണ്ടായിരുന്നു, ഇപ്പോൾ കൊഴിഞ്ഞു പോയതാണ് കേട്ടോ. നല്ല രസമുള്ള പൂവാണ്. സിംഗിൾ പെറ്റലിനാണ് എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നാറില്ല, കുറേ അധികം പൂവുണ്ടാവും. യെസ്, ഇത് ഇവിടെ തന്നെ സിംഗിൾ പെറ്റലിൻ്റെ ഒരു നല്ല പിങ്ക്. അതിൻ്റെ കോഡക്സൊക്കെ കണ്ടോ, പലതും പല ഷേപ്പിലായിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പലപ്പോഴായിട്ട് ഒരു 3-4 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റീപോട്ടിങ് മുതൽ പൊട്ടിങ് മിക്സ് എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ കെയർ, അതിൽ ഞാൻ കൊടുത്തൊരു ഹാങ്ങിങ് ടെക്നിക്ക് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എന്നെ ഇത് സംബന്ധിച്ച് കുറേ പേര് വിളിക്കാറുണ്ട്, പല സംശയങ്ങളും ചോദിച്ചിട്ട്. അവരുടെയൊക്കെ സംശയങ്ങൾക്കുള്ളൊരു മറുപടിയും കൂടിയാണ് എൻ്റെ ഈ ഒരു വീഡിയോ കേട്ടോ. ഇതൊരു മൾട്ടി പെറ്റൽ വൈറ്റാണ്.
അഡീനിയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും തന്നെ ഞാൻ എന്താ പറയുക റിപ്ലൈ കൊടുക്കാൻ മാക്സിമം നോക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട്. ബട്ട് എൻ്റെ വീഡിയോസ് ഇപ്പോൾ കാണുകയാണെങ്കിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ധാരണ. ഇത് കണ്ടാൽ ഇത് ഗ്രാഫ്റ്റഡോ ബഡ് ചെയ്തതോ ഒന്നുമല്ല, നമ്മുടെ നാടൻ ഒരു സാധനം എടുത്തിട്ട് ഞാനിങ്ങനെ എന്താ പറയുക എൻ്റെ കോഡക്സൊക്കെ ഒന്ന് ഭംഗിയൊക്കെ എടുത്താണ് കേട്ടോ. നിറച്ച് പൂക്കുണ്ട്. അപ്പോൾ ചിലർ പറഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്ത് വേറെ പിടിപ്പിച്ചാൽ പോരെന്ന് വെച്ചു. എനിക്കിത് അതിനൊക്കെ ഇഷ്ടമായത്. നാടൻ തന്നെയാണിത്. കുറേ വിത്ത് ഉണ്ടാകാറുണ്ട് ഇതിൽ. ഇത് വേറൊരു പിങ്കാണ് ഉണ്ടോ, യെല്ലോ ചേർന്നൊരു പിങ്കാണ്. ഒരു പൂവ് ഉണങ്ങി നിൽപ്പുണ്ട്. ഇത് വേറൊരു പൂവ് ഉണ്ടോ. യെസ്, ഇത് എൻ്റെ ഒരു ഫേവറേറ്റാണ് കേട്ടോ. സ്റ്റാർ പോലെ ഉണ്ട്, കുഞ്ഞു സാധനങ്ങളാണ്, നിറച്ച് പൂക്കളുണ്ട്. ഇത് ഇവിടെ 2 ദിവസം മുമ്പ് ഭയങ്കര പൂക്കളായിരുന്നു. കുറേ ഉണ്ട് കേട്ടോ പൂക്കൾ, നിറച്ച് പൂട്ടുണ്ട്. ഇനി ഇതൊരെണ്ണം മാത്രമാണിപ്പോൾ പൂവില്ലാതിരിക്കുന്നത്. അതിലിതേ മൊട്ട് വരുന്നുണ്ട് കേട്ടോ, ബഡ് വരുന്നുണ്ട്. ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള മൾട്ടിപെറ്റലാണത്. നല്ല രസമാണത്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ള ചിലർക്കെങ്കിലും തോന്നിയിട്ട് ഇപ്പോൾ ഒരു 18 എണ്ണം അവിടെ ഇരിക്കുന്നത്. ശരിക്കും 20 ചെടിയാണ് എനിക്കുള്ളത്. 2 ചെടികൾക്ക് അത്യാഹിതം സംഭവിച്ചു ഈ മഴയത്ത്. കുറേ പ്രശ്നങ്ങളുണ്ടായി. അത് ഉണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന സംശയങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്നിനെ എങ്ങനെ എന്താ പറയുക റിക്കവർ ചെയ്യാമെന്നും ഒന്നിൽ ഞാൻ ഗ്രാഫ്റ്റിങ്ങും ചെയ്തിട്ടുണ്ട്. അത് അവിടെ വെച്ചിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കണ്ടോ, ഒരെണ്ണം ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കണ്ടോ കേടായതിൻ്റെ റിക്കവറി ചെയ്ത് മുളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും തന്നെ 2 വേറെ വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് കഴിയുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഉൾപ്പെടെ 2 വേറെ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതും എല്ലാവരും കാണുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം എല്ലാത്തിനും തന്നെ എന്താ പറയുക വെർമി കമ്പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഒരു ഫോർക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് മണ്ണുമായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സൈഡിൽ ഇത് ചെറിയൊരു മഴ പെയ്തതിൻ്റെ നനവാണ് കാണുന്നത് കേട്ടോ. ഞാൻ ഈ ഫോർക്കും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയത് ചെയ്തോളാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയൊരു 10 ദിവസത്തേക്ക് വേറെ വളങ്ങളോ ഫോളിയാർ സ്പ്രേ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ നനയ്ക്കുന്ന പോലെ ആഴ്ചയിലൊരിക്കലോ ആഴ്ചയിൽ 2 പ്രാവശ്യമോ നനച്ച് കൊടുത്താൽ മാത്രം മതി. വെള്ളത്തിൻ്റെ കുറവ് എപ്പോൾ ഫീൽ ചെയ്യുന്നോ കൈവച്ച് നോക്കുമ്പോൾ മണ്ണ് ഡ്രൈ ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ വെള്ളം കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുക. അതിനുശേഷം നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ഫോളിയാർ സ്പ്രേ ഉണ്ടല്ലോ, ഇതുപോലെ പൂക്കൾ വരാൻ വേണ്ടി വളരെ നല്ല സഹായിക്കുന്നൊരു സാധനമാണ് ഫോളിയാർ സ്പ്രേ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അഡീനിയം കെയറിൻ്റെ 4ാമത്തെ വീഡിയോ ആയിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യുകയാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.